നിഫ്റ്റിന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,90 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിലും ട്രെൻഡ് ചേഞ്ച് ആയിട്ടുണ്ടോ? ഈ ഒരു ക്ലോസിംഗ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഏതാണ് നമുക്ക് റൈറ്റ് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ട ഏരിയ, അതേപോലെ തന്നെ റൈറ്റ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ട ഏരിയ ഏതാണ്? മാർക്കറ്റിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് നമുക്ക് നോക്കാം. ഞാൻ ബിജീഷ് വള്ളൂർ, പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. അതിന് മുൻപ് തന്നെ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ചത് നമുക്ക് നോക്കാം. നമ്മൾ ഓരോ ദിവസത്തെ മാർക്കറ്റിൽ സംഭവിച്ചതും അനാലിസിസ് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് നെക്സ്റ്റ് ഡേയിലെ മാർക്കറ്റ് വളരെ ഈസി ആയിട്ട്, അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിലെ മാർക്കറ്റ് വളരെ ഈസി ആയിട്ട് നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഓരോ ദിവസവും വളരെ കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് മാത്രമാണ് നമ്മൾ നൽകുന്നത്. അത് മാത്രമല്ല, അതനുസരിച്ച് ട്രേഡ് ചെയ്യേണ്ട ഒരു ഗൈഡൻസും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലാനാണ്. ഇന്നത്തെ മാർക്കറ്റിന്റെ ഒരു ഓപ്പണിംഗിൽ നമ്മൾ സൂചിപ്പിച്ച നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്നത് 27,30, 27,55 റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്നത്. ഈ റെസിസ്റ്റൻസിന്റെ ഒരു താഴെ നിലനിൽക്കുമ്പോൾ ഷോർട്ട്സ് ആൻഡ് ഇമ്പോർട്ടൻ്റ് നൽകാനാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. മാത്രമല്ല 24,980 ഇതും നമ്മൾ നൽകിയിരിക്കുന്ന ഒരു ലെവലായിരുന്നു. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഓപ്പണിംഗ് ക്യാൻഡിൽ തന്നെ നമ്മുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ പിന്നെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി മാത്രമാണ്, ബൈ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് തിങ്ക് ചെയ്യരുത്. 9:20 തന്നെ നമുക്ക് ട്രെൻഡ് ഒരു കൺഫേം ആയിരുന്നു. ഇൻട്രാഡേ ട്രെൻഡ് നെഗറ്റീവ് ആയിരുന്നു. ടാർഗറ്റ് 24,888 നമ്മൾ നൽകിയിരിക്കുന്ന സപ്പോർട്ടാണ്. അടുത്തൊരു സപ്പോർട്ടാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. ഈ സപ്പോർട്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. 800-ന്റെ അടുത്തുള്ളൊരു സപ്പോർട്ട് വളരെ സ്ട്രോങ് ആണ്. നിഫ്റ്റിക്കായാലും വരും ദിവസങ്ങളിലായാലും എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻ കേസ് 850-ന്റെ അടുത്ത് പോയാലും 800-ന്റെ താഴെ പോയാലും വളരെ ക്വിക്കായിട്ടൊരു ബൗൺസ് ചെയ്യാൻ സാധ്യമായിട്ടുള്ള ഒരു ഏരിയ ആണ് 800 എന്ന് പറയുന്ന ഒരു ലെവല്. ഷോർട്ട് സെല്ലേഴ്സിന്റെ ആ ഒരു ടാർഗറ്റ് ഏരിയ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിലായാലും ഇനിയായാലും ആ ഒരു മൊമെന്റം ആ ഒരു ഏരിയയിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് സംഭവിച്ചു നോക്കുക. തുടക്കത്തിൽ ഒരു ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. 24,888 ഈ ഒരു ഏരിയയിൽ നല്ലൊരു ബൈ ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടി. വളരെ കൃത്യമായിട്ട് നമുക്കൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് മാത്രം അനുസരിച്ച് അടുത്ത റെസിസ്റ്റൻസ് ലെവൽ വരെ 24,980. ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ലെവലിൽ പിന്നെ നമുക്ക് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഇല്ല. അത് കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോസിലും മുൻ ദിവസങ്ങളിലെ വീഡിയോസിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. കാരണം ഈ ഒരു ക്യാൻഡിൽ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തു. ഇതാണ് നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്നത് 24,980. അതുകൊണ്ട് തന്നെ ഷോർട്ട് സെല്ലേഴ്സിന്റെ മൊമെന്റം കുറയും. ഇപ്പൊ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ഇതേ രീതിയിലാണ് മൂവ് ചെയ്യുന്നത്. ഈ ഒരു ലെവലിൽ എത്തിയതിനു ശേഷം ഇവിടുന്ന് തന്നെ റിവേഴ്സ് ആകുകയാണെങ്കിൽ നിഫ്റ്റി വളരെ സ്ട്രോങ് ആയിട്ട് ഫാൾ വരും. ഇത് സിറ്റുവേഷൻ വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ ദിവസത്തെ ഒരു സിറ്റുവേഷൻ ജസ്റ്റ് നൽകുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് തന്നെ വളരെ ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മുകളിലേക്കും വലിയ രീതിയിലുള്ള ഒരു മൊമെന്റം കിട്ടിയിരുന്നില്ല. ആ ഒരു മൂവ്മെന്റ് സ്പീഡ് ഉണ്ടായിരുന്നില്ല. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തെങ്കിലും ആ ഒരു മൂവ്മെന്റ് സ്പീഡ് ലഭിച്ചിരുന്നില്ല. കാരണം ഈ റെസിസ്റ്റൻസിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തപ്പോൾ പിന്നീട് മാർക്കറ്റിൽ വരുന്ന ഒരു സമയത്ത് ഈ ഒരു ലെവല് സപ്പോർട്ടായിട്ട് നിലനിൽക്കുകയാണ് ചെയ്തിരുന്നത്. അതിനുശേഷം ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആയിരുന്നു. അതിനുശേഷം അവസാനത്തെ ഒരു സെക്ഷനിലാണ് ഒന്ന് ബൗൺസ് ചെയ്തിരുന്നത്. ഇപ്പൊ നിഫ്റ്റിയിലായാലും ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? ഓരോ ദിവസവും പറയാറുണ്ട്, നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ 1-2 മൂവ്മെന്റ് ആണ് മാർക്കറ്റിൽ കിട്ടുള്ളൂ. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്തതിന് ശേഷം വെറുതെ ഇരിക്കുക. കാരണം നിഫ്റ്റിയിലായാലും മൂവ്മെന്റ് എല്ലാ സമയത്തും ആ ഒരു മൊമെന്റം വളരെ സ്പീഡായിട്ടുള്ള ഒരു മൊമെന്റം കിട്ടില്ല. അപ്പോൾ ഓരോ ദിവസത്തെ ഒരു മാർക്കറ്റും എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് സപ്പോർട്ട് റെസിസ്റ്റൻസ് എക്സാക്റ്റ് ആയിട്ട് കാണിച്ചു തരും. അതിനനുസരിച്ച് മാനേജ് ചെയ്യുക. നമുക്ക് വീണ്ടും ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വരുന്ന ഒരു സമയത്ത് നിഫ്റ്റിയുടെ ഒരു ക്ലോസിങ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രീൻ കാലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നിഫ്റ്റിയുടെ ക്ലോസിങ് പോസിറ്റീവിലേക്ക് കടന്നിട്ടില്ല. അപ്പോൾ വരാൻ പോകുന്ന ഒരു ദിവസത്തെ കൂടി ഒരു ക്ലോസിങ് അനുസരിച്ചാണ് നമുക്കൊരു ഡയറക്ഷൻ കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഹയർ ലെവലിൽ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് 25,320 ആണ്. പക്ഷെ 320 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് മാറും. വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിലോ ക്ലോസിങ് അനുസരിച്ച് ചിലപ്പോൾ ആ റെസിസ്റ്റൻസ് ലെവലുകൾ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ ദിവസത്തെ അപ്ഡേറ്റും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏതിൻ്റെ ഒരു മുകളിൽ ബൈ ട്രെൻഡിൽ നിലനിൽക്കണം, ഏതിൻ്റെ ഒരു മുകളിൽ ഷോർട്ട് സെല്ലിൽ നിലനിൽക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇൻ കേസ് മാർക്കറ്റ് ഒരു ഫാൾ വന്നാലും ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. ഈ ഒരു ഏരിയയാണ് നമ്മൾ സപ്പോർട്ട് നൽകിയിരുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ബൗൺസ് ചെയ്യാൻ സാധ്യമായിട്ടുള്ള ഒരു ഏരിയ ആണിത്. ആദ്യത്തെ ഒരു അറ്റംപ്റ്റിൽ എങ്ങനെ പോയാലും ഈ ഒരു ലെവലിൽ നിന്ന് ഒരു ബൗൺസ് വരും. അതുകൊണ്ടാണ് 800-ന്റെ അടുത്തുനിന്ന് വളരെയധികം ശ്രദ്ധിക്കാൻ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ ഒരു പ്ലാൻ നൽകിയിരുന്നത്. വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിലായാലും നമുക്കിത് ഇൻട്രാഡേയിൽ എങ്ങനെ മാനേജ് ചെയ്യാം, ഇൻട്രാഡേയിൽ റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ പറയുന്നതിനെക്കാട്ടി മുൻപ് തന്നെ നമുക്ക് എല്ലാ ദിവസത്തിലും പറയാവുന്ന പോലെ തന്നെ ലാസ്റ്റ് സെക്ഷനിൽ എന്താണ് സംഭവിച്ചത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കും മാർക്കറ്റ് എപ്പോഴും വരുന്നത്.
ലാസ്റ്റ് സെക്ഷനിലായാലും നിഫ്റ്റിയിലായാലും സപ്പോർട്ട് ആയിട്ട് നിലനിർത്തിയിരുന്നത് 25,000 ആണ് ഈ ബയേഴ്സിന്റെ ആ ഒരു സപ്പോർട്ട് വരുന്നത്. അപ്പോൾ 25,000 അടുത്തായിരിക്കും. 7,000 താഴെ വീക്ക്നെസ് ആയിരിക്കും. 25,000 ഒരു മുകളിൽ നിലനിൽക്കുമ്പോൾ ഈ ഒരു ബൗൺസിന് മുകളിലേക്കുള്ള ഒരു ബൗൺസിന് സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ച് എപ്പോഴും മാനേജ് ചെയ്യുക. വരാൻ പോകുന്ന ഒരു ഓപ്പണിംഗ് സെന്റിമെന്റിലാണ് പറയുന്നത്. വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിലായാലും നമുക്ക് ഇൻട്രാഡേയിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഞാൻ ഒരു ലെവലിൽ സപ്പോർട്ട് 25,000 തന്നെയാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ 25,000 സസ്റ്റൈൻ ചെയ്ത് നിലനിൽക്കുമ്പോൾ ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും ബയേഴ്സ് നിലനിർത്താനുള്ള ഒരു സാധ്യത കൂടുതലാണ്. 25,025 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ, അതായത് ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടാണെങ്കിൽ, അതായത് 27,25 മുകളിലേക്ക് ഒന്ന് സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കുകയാണെങ്കിൽ ഒരു ബൗൺസിന് സാധ്യതയുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഈ ഒരു ഹൈയുടെ അടുത്ത് തന്നെയാണ്. 27,138 റെസിസ്റ്റൻസ് വരുന്നത്. പക്ഷെ നമ്മൾ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഇൻ കേസ് കിട്ടുകയാണെങ്കിൽ ഈ ഒരു ലെവലിൽ 27,115 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ആകും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ റേഞ്ചിന്റെ ഇടയിൽ ചിലപ്പോൾ മൊമെന്റത്തിന് ചാൻസ് കുറവാണ്. പുട്ട് സൈഡിലാണ് മൊമെന്റം എങ്കിൽ, പി സൈഡിലാണ് മൊമെന്റം എങ്കിൽ മാർക്കറ്റ് 25,000 താഴെ നിലനിൽക്കുകയാണ്. ഈ ഒരു ലെവലിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിൽ ലോ ബ്രേക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ലോവർ ലെവലിൽ ശ്രദ്ധിക്കേണ്ടത് ഇൻ കേസ് താഴത്തേക്ക് പോയാലും 24,885 ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ഷോർട്ട് പോസ്റ്റ് ഈ ഒരു ഏരിയ കുറച്ചൊരു ഡേഞ്ചർ ആണ്. ബയേഴ്സിന്റെ ഒരു ഏരിയ ആണത്. ഈ ഒരു ഏരിയയിൽ വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഏരിയ ബൗൺസ് ചെയ്ത് നിലനിൽക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ഈ ഏരിയ മാനേജ് ചെയ്യേണ്ട രീതി 24,885 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു ലെവലിൽ സ്റ്റോപ്പ് ലോസ് തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തുകൊണ്ട്, ഈ ഒരു ലെവലിൽ ഞാൻ തൊട്ടടുത്ത് സപ്പോർട്ടുകൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. 24,845 ആക്കിയിട്ടുണ്ട് ഞാൻ സപ്പോർട്ട്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് 24,845. ഇതിൻ്റെ ഒരു താഴേക്ക് ആണെങ്കിലാണ് കൂടുതൽ വീക്ക്നെസ് വരിക. 750 അടുത്ത സപ്പോർട്ട്, 708 അടുത്ത സപ്പോർട്ട്, 24,750, 24,708. അപ്പോൾ ഈ 708 ഹോൾഡ് ചെയ്തുകൊണ്ട് 750 മുകളിലേക്ക് പോയാലാണ് പിന്നെ ഒരു ബൈറൽ സെന്റിമെന്റിൽ. പ്രത്യേകം ശ്രദ്ധിക്കുക, നിഫ്റ്റിയിലായാലും സെന്റിമെന്റിൽ 24,845 താഴത്തേക്ക് ഒരു ക്ലോസിംഗ് ലെവൽ നിലനിർത്തി കഴിഞ്ഞാൽ കൂടുതൽ വീക്ക്നെസ് ആവും. അതുകൊണ്ടാണ് നിഫ്റ്റി ഈ ഒരു ലെവലിൽ നിന്നാൽ ബയേഴ്സ് വളരെ സ്ട്രോങ് ആയിട്ട് ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം ഈ ഒരു ഏരിയ അങ്ങനത്തെ ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഇൻട്രാഡേയിൽ ഇൻ കേസ് ഇതിൻ്റെ ഒരു താഴെ വന്നാലും തിരിച്ച് ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യാൻ സാധ്യമായിട്ടുള്ള ഏരിയ ആണ്. പക്ഷെ ബൗൺസ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞാലും നിങ്ങൾ കൃത്യമായിട്ട് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് നിലനിന്നാൽ മാത്രമാണ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. കൃത്യമായിട്ട് പറയുന്ന ഒരു പ്ലാൻ അനുസരിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് പറഞ്ഞിരിക്കുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയുടെ താഴെയാണ്, വെയിറ്റ് ചെയ്യുക. റൈറ്റ് ഓപ്പർച്യൂണിറ്റി വെയിറ്റ് ചെയ്താൽ റെസിസ്റ്റൻസ് സപ്പോർട്ട് ഏരിയയിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ വ്യത്യാസം ശ്രദ്ധിക്കുക. 25,138 മുകളിൽ ഒരു ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്താൽ 115 സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. വീണ്ടും റെസിസ്റ്റൻസ് 27,210, അതിനുശേഷം 27,245, 27,210 45 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ 210 സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന 27,310 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇതാണ് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ. വരാൻ പോകുന്ന ഒരു ദിവസങ്ങളായാലും നിഫ്റ്റിനെ മാനേജ് ചെയ്യേണ്ട രീതി മനസ്സിലാക്കുക. മാർക്കറ്റിൽ വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് വരാൻ പോകുന്ന ഒരു ദിവസങ്ങൾ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക്